എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ വർഷങ്ങളായി കായ്ക്കാതെ നിൽക്കുന്ന മാവുകൾ ഉണ്ടാകുന്നത് ഏവർക്കും ഒരു സങ്കടമുള്ള കാര്യമാണ് അല്ലേ? എൻ്റെ പറമ്പിലും ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു മാവ്. നട്ട് കഴിഞ്ഞ് 10-12 വർഷത്തോളം ആയിട്ടും ഒരു മാമ്പഴം പോലും തരാതെ നിൽക്കുകയായിരുന്നു ഇത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഞാൻ തീരുമാനിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പരമ്പരാഗത രീതിയാണ് മാവിൻ്റെ തടിയിൽ മോതിരവളയം ഇടുക എന്നത്. അതായത് മാവിൻ്റെ പ്രധാന തടിയിലെ തൊലി വട്ടത്തിൽ ചെത്തിയെടുത്ത് വളയമിടുന്നത് വഴി കായ്ഫലം ഉണ്ടാകും എന്ന് പലരും പറഞ്ഞു. അത് കേട്ട് ഞാനും ഈ മാവിൽ ഇതുപോലെ ഒരു മോതിരവളയം ഇട്ടു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ മാവ് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്തില്ല. പകരം മോതിരവളയം ഇട്ട ഭാഗത്തിന് താഴെയായി നിറയെ പുതിയ ചെറിയ മുകുളങ്ങളും ചിനപ്പുകളും പൊട്ടിമുളക്കുക മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ആ പരീക്ഷണം വിചാരിച്ചത്ര വിജയമായില്ല. പക്ഷെ ഞാൻ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. മോതിരവളയത്തിന് താഴെയായി വന്ന ആ പുതിയ ശക്തമായ മുകുളങ്ങളെ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഈ മാവിലേക്ക് നല്ല ഇനം മാവുകളുടെ സയൺ അഥവാ കമ്പുകൾ ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ മാവിൽ വന്ന പുതിയ ചിനപ്പുകളിലേക്ക് ഞാൻ 5ഓളം നല്ല ഇനം മാവുകളുടെ സയണുകൾ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ചു. ഒരേ മാവിൽ തന്നെ ഒന്നിലധികം സയണുകൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വിജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. സന്തോഷകരമായ കാര്യം എന്തെന്നാൽ ഗ്രാഫ്റ്റ് ചെയ്ത 5എണ്ണത്തിൽ 2 ഇപ്പോൾ വളരെ മനോഹരമായി പുതിയ തളിരിലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിന് വലിയൊരു ആശ്വാസവും സന്തോഷവും ആകുന്നു. നിലവിൽ അന്തരീക്ഷത്തിലെ ഈർപ്പവും കാലാവസ്ഥയും വളരെ അനുയോജ്യമായതുകൊണ്ട് ബാക്കിയുള്ള 3 സയണുകൾ കൂടി ഇതുപോലെ തന്നെ വിജയിച്ച് പുതിയ തളിരുകൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി കായ്ക്കാതെ നിൽക്കുന്ന മാവുകളെ വെട്ടി മാറ്റുന്നതിന് മുൻപ് ഇതുപോലുള്ള നാടൻ പരീക്ഷണങ്ങളും ഗ്രാഫ്റ്റിംഗ് രീതികളും ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ തുടർന്നുള്ള വളർച്ചയും പുരോഗതിയും അടുത്ത വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂടുതൽ കാർഷിക വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.